ഹലോ വെൽക്കം ബാക്ക്. ഷാജി യൂട്യൂബിൽ കുറേ ആളുകളുടെ കുറേ ദിവസമായിട്ടുള്ള കണ്ടന്റാണ് ഷാജി. എൻ്റെയും ഇന്നത്തെ വിഷയം അത് തന്നെയാണ്. ഇന്നലെ ഷോർട്സിലാണോ വീഡിയോയിലാണോ എന്തോ അവർ പറയുന്നുണ്ടായിരുന്നു. അവരെ കുറേ ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എടി പോടി എന്നൊക്കെ വിളിക്കുന്നു, വല്ലാതെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി, നിൻ്റെ ഒന്നും ചിലവിലെല്ലാം ഞാൻ കഴിയുന്നത് എന്നുള്ള രീതിയിൽ. ശരിയാണ്, നമ്മളൊരാളെ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ എന്തും വിളിക്കാനുള്ള ലൈസൻസ് ഒന്നുമല്ല അത്. അതൊക്കെ അവർ പറഞ്ഞ ശരിയായ കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് ഇവർ പറയുന്ന കുറേ കാര്യങ്ങളോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള മെസ്സേജായിട്ടും എനിക്ക് തോന്നാറുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ കുട്ടികളെ അവരുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നപ്പം വളർത്തുന്നതിനെ കഴിഞ്ഞും നല്ല അന്തസ്സായിട്ട് ഇപ്പോൾ കുട്ടികളെ വളർത്തുന്നുണ്ട്, നല്ല അന്തസ്സായിട്ട് നോക്കുന്നുണ്ട് എന്ന് പല ആവർത്തി അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ അന്തസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൈ നീട്ടി കുറേ പൈസ വാങ്ങി, ഈ കൈ നീട്ടുക യാചിക്കുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങളത് മറ്റുള്ളവർക്ക് നേരെ ഉപയോഗിച്ചത് കൊണ്ടാണ്. അതായത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ബെഗ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ, ഇതിലും ഭേദം തെണ്ടുന്നതാണ് എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, പിച്ച എടുക്കുന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ശരിക്കും പിച്ച എടുത്തത് നിങ്ങളാണ്. നിങ്ങൾ ഒരാളല്ല, നിങ്ങളെപ്പോലെ കുറേ സ്ത്രീകളുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. കുട്ടികളെ മുൻനിർത്തി ബെഗ് ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. അതിലൊരാൾ തന്നെയാണ് നിങ്ങളും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കി കുറേ ആളുകളുടെ അനുകമ്പ പിടിച്ചുപറ്റി, സഹതാപം പിടിച്ചുപറ്റി, എല്ലാ സ്ഥലത്തു നിന്നും കുറേ ക്യാഷ് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ പാർക്കിലും ബീച്ചിലും ഒക്കെ കൊണ്ടുപോകുന്നതും ഫുഡ് വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെയാണോ അന്തസ്സെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കത് അന്തസ്സായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം, ഇപ്പോൾ ആ ചെറിയ കുട്ടികൾക്ക് അത് ഇഷ്ടമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു മൂത്ത മോനൊക്കെ ഉണ്ട്, അത്യാവശ്യം പ്രായമുള്ള കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെയൊക്കെ അഭിമാനത്തിനേക്കുന്ന എത്ര വലിയ ആഘാതമാണ് അതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ കാണിക്കുന്ന ഈ ഓരോ പ്രവൃത്തിയും ഓരോ കാര്യങ്ങളും ആ കുട്ടിക്ക്, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അവരെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, എങ്ങനെയെങ്കിലും. നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ്. കുട്ടികളെ മുൻനിർത്തിയാണ് ഇപ്പോൾ കുറേ അമ്മമാർ, ഇവർക്ക് 5 കുട്ടികൾ, ഇതുപോലെ 3 കുട്ടികളുള്ള 2 സ്ത്രീകൾ, 1 കുട്ടിയുള്ള 1 സ്ത്രീ, ഇങ്ങനെ കുറേ സ്ത്രീകളുണ്ട്. എല്ലാവരും മുന്നോട്ട് എടുത്തു വെക്കുന്നത് കുട്ടികളെയാണ്. എനിക്ക് 3 കുട്ടിയാണ്, 3 കുട്ടികളുടെ വയറ് കഴിയണം, എനിക്ക് 5 കുട്ടിയാണ്. 1 കുട്ടിയുള്ള സ്ത്രീയും വന്നിരുന്ന് ദിവസവും കരച്ചിലാണ്, കുട്ടിയുടെ കാര്യം നോക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഇത് സൊസൈറ്റിയുടെ ഒരു ബാധ്യതയല്ല. അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ തന്നെ കുട്ടികളാണ്, നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ നോക്കുക എന്നുള്ളത്. അല്ലാതെ വേറുള്ളവരുടെ ബാധ്യതയോ കുട്ടികൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഔദാര്യമോ ഒന്നുമല്ല. നിങ്ങളുടെ കുട്ടികളാണ്, നോക്കാതുള്ളത് നിങ്ങളുടെ കടമയാണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സമൂഹം അവർക്ക് തോന്നിയാൽ സഹായിക്കും, അത്ര തന്നെ ഉള്ളൂ. ആ സഹായം ഒരു പരിധി കഴിയുമ്പോഴാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അഹങ്കാരം കൂടുന്നതും ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരുന്നതും പിന്നെ വേറെ ഒന്നുമല്ല, വേറെ വേണ്ടാത്ത ഓരോ പ്രവൃത്തിയിലേക്ക് കടക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും. എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ സൊസൈറ്റിയോട് തന്നെയാണ്. നമ്മൾ മലയാളികൾ ഒരുപാട് ദയുള്ളവരാണ്, പക്ഷെ കണ്ണിൻ്റെ മുമ്പിലുള്ള യഥാർത്ഥത്തിൽ സഹായിക്കേണ്ട ആളുകളെ നമ്മളൊന്നും കാണില്ല. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ആളുകൾ ഉണ്ടായിരിക്കും, യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള ആളുകൾ. അവരെ ചിലപ്പോൾ മിക്കവാറും നമ്മൾ കണ്ടെന്ന് വരില്ല. കാര്യം ഫുൾ ടൈമും ഒരു ദിവസം നേരം വെളുത്താൽ വൈകുന്നവരെയും ഫോണിലായിരിക്കുമല്ലോ. അപ്പോൾ ഫോണിൽ വരുന്ന ഇങ്ങനെ വ്യാജമായ കുറേ ആളുകളെയാണ് നമ്മൾ കാണുക. അപ്പോൾ അങ്ങ് സഹായം അങ്ങ് ഒഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരങ്ങ് എക്സ്ട്രീം ലെവൽ, പീക്ക് ലെവൽ എത്തുന്നവരെയും നമ്മളങ്ങ് സഹായിച്ചുകൊണ്ടേയിരിക്കും. കയ്യിലുള്ളതും കയ്യിലില്ലാത്തതും ഒക്കെ മേടിച്ചും അവരുടെ ആ ഒരു ഓരോ സംസാരത്തിലും വീണ് പോയിട്ട് കൊടുക്കും. അവർ ലാസ്റ്റ് എന്താ ചെയ്യുന്ന, അഹങ്കാരത്തിൻ്റെ കൊടുമുടി കയറി കഴിയുമ്പോൾ എല്ലാവരും കൂടി എടുത്ത് താഴെ ഇടുകയും ചെയ്യും. ഇത് തന്നെയാണ് നിരന്തരമായിട്ടും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ ആ പെരുമ്പാവൂർ ജിഷയുടെ അമ്മയുടെ ആ ഒരൊറ്റ കേസിൽ മലയാളിക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും അവർ പഠിക്കില്ല. ആരെങ്കിലും വന്ന് എന്തെങ്കിലും 2 വായ്ത്താളം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരങ്ങ് വല്ലാണ്ട്, സഹായം എന്നല്ല അവരെ അങ്ങ് അഹങ്കാരിയാക്കി മാറ്റുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൊടുത്ത് അവർക്ക് ദൂർത്തടിക്കാനും അവർക്ക് വേറെ മറ്റുള്ള പല ബന്ധങ്ങളിലേക്ക് പോകാനും എല്ലാത്തിനുമുള്ള ക്യാഷും കൊടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഇവരുടെ വായിൽ നിന്ന് തന്നെ തിരിച്ചു കേട്ട് കഴിയുമ്പോൾ സമാധാനമാകും. എനിക്കും ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വല്ലാതെ ഇവർക്കിപ്പം ആവശ്യത്തിൽ കൂടുതൽ ക്യാഷ് കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, കഷ്ടപ്പാടിൻ്റെ വില അറിയാതെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പം ഇവർക്ക് പലതും ചെയ്യണം
ആണെന്ന് തോന്നും. ഇപ്പം തന്നെ ഒരു കല്യാണം കഴിച്ചു എന്ന് പറയുന്നു, ആരും അറിയുന്നില്ല. ഇടയ്ക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടു. അതും ഒരു ചെറിയ ചെക്കൻ, ഇവരെ കഴിഞ്ഞും 25-26 വയസ്സുള്ള ഉണ്ടെന്ന് ഇവർ പറയുന്നു. അറിയില്ല, അത്രയും പോലും ഉണ്ടെന്ന് കണ്ടാൽ തോന്നില്ല. പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നേ തോന്നത്തുള്ളൂ. ഇവർക്ക് 32 വയസ്സ്, അവർക്ക് 25 എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ തന്നെയും ആ ഏജിൻ്റെ ഒരു ഡിഫറൻസ് അത്ര വലിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവർ 5 കുട്ടികളുടെ അമ്മയാണ്, 5 കുട്ടികളുടെ അമ്മയുമാണ്. ഒരു സെക്കൻഡ് മാരേജാണ്, ഹസ്ബൻഡ് മരിച്ചു പോയ ഒരു സ്ത്രീയുമാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം. ഒരു കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനായ ഒരു ചെറുക്കൻ്റെ കൂടെ അയാളുടെ 25 വയസ്സ് ഉണ്ട്, അവരുടെ ഹസ്ബൻഡാണ് ഇപ്പോൾ എന്ന് പറയുന്ന അയാളുടെ വീട്ടിലെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്, അവരുടെ പേരൻസിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര കുടുംബമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ കാരണം നശിച്ചു പോകുന്നത്. ഇപ്പോൾ വേറൊരു ഫാമിലി ഉണ്ടല്ലോ, ടി ഫാമിലിയോ ഏതോ ഒരു ഫാമിലിയാണ് അനുകരണം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവരുടെ സംസാരത്തിൽ ഞാൻ കേട്ടു. ആ ഫാമിലിയെ നോക്കൂ, അവരെന്താ ജീവിക്കുന്നില്ലേ? സോഷ്യൽ മീഡിയ എത്രത്തോളം സ്വാധീനിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എടുത്തിടുന്ന ഓരോ വിഷയങ്ങളും മറ്റുള്ളവരെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണത്. അവിടെ ഈ പറഞ്ഞ പോലെ ഇയാളെ കഴിഞ്ഞ് ഒരുപാട് വയസ്സിന് പ്രായം മൂത്ത ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. ഇവർക്കൊക്കെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് എങ്ങനെ നാണം കെട്ടിയിട്ടാണെങ്കിലും ഉണ്ടാക്കുന്ന കുറച്ച് ക്യാഷ് മതി. അതിന് വേണ്ടിയിട്ട് ഇവർ എങ്ങനെ നാണം കെടാനും തയ്യാറാകും. ആ ചെറുക്കൻ്റെയും അതിൻ്റെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. മറ്റുള്ള നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയായിരിക്കും. ആ സ്ത്രീയുടെ മൂത്ത കുട്ടിക്ക് എന്തോ നല്ല പ്രായമുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ പോട്ടെ, ഇവരൊക്കെ വിവരമില്ലായ്മ കൊണ്ട് അവർ തന്നെ എടുത്ത് തലയിൽ വെക്കുന്ന സാധനങ്ങൾ അവർ തന്നെ അനുഭവിക്കട്ടെ. പക്ഷേ ഇവരുടെയൊക്കെ മക്കളുടെ അവസ്ഥയുണ്ടല്ലോ, വളരെ ശോചനീയമാണ്. മെൻ്റലി വല്ലാത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയായിരിക്കും. ഇപ്പോൾ ആ ടി ഫാമിലിയിലാണെങ്കിലും അവർക്ക് വലിയ കുട്ടികളൊക്കെ ഉള്ളതാണ്. അവർ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഫേസ് ചെയ്യേണ്ട വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഈ സ്ത്രീയുടെ ആണെങ്കിലും മൂത്ത കുട്ടിക്കും 5 കുട്ടികളുണ്ടല്ലോ, മൂത്ത കുട്ടികൾക്ക് അത്യാവശ്യം പ്രായവും പക്വതയും ഒക്കെ ആയ കുട്ടികളായിരിക്കാം. അവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഫേസ് ചെയ്യേണ്ട വരുന്ന പ്രശ്നങ്ങൾ നമ്മളൊക്കെ വിചാരിക്കുന്നതിനെ കഴിഞ്ഞും ഒരുപാട് അപ്പുറത്താണ്. അപ്പോൾ എല്ലാവരും പറയും അവർ ജീവിക്കട്ടെ, അവരുടെ ജീവിതമല്ലേ. ശരിയാ, എല്ലാവരുടെയും ജീവിതം ജീവിച്ചോട്ടെ, അതിനിവിടെ ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അത് അവരുടെ ജീവിതം അവരായിട്ട് ജീവിച്ചു പോയി സൈലൻ്റ് ആയിട്ട് ഒരു സൈഡിൽ കൂടെ പോയാൽ ഇവിടെ പൊതുജനം അതൊന്നും പോയി കിഴിച്ചെടുത്തുകൊണ്ട് വരാനൊന്നും നിൽക്കില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ കാണിച്ച് ഇതുപോലെയുള്ള ഇപ്പം തന്നെ വന്ന അവിഹിത കഥകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്നാൽ ആ സഹപാഠികളുടെ ചോദ്യങ്ങൾക്കൊക്കെ മുമ്പിൽ അല്ലെങ്കിൽ ആ സഹപാഠികളൊക്കെ ഏത് രീതിയിലായിരിക്കും ഈ കുട്ടികളെ കാണുന്നത്. അതുപോലെ അധ്യാപകരെ എല്ലാവരും കാണുകയാണ്, ഈ സൊസൈറ്റി മുഴുവൻ കാണുകയാണ് ഇവരിങ്ങനെ ഇവരുടെ വീട്ടിലെ അവിഹിത കഥകളും അതും ഇതും ഒക്കെ വന്നിരുന്ന് വിളമ്പുന്നത് എല്ലാവരും കാണുകയാണ്. എന്നിട്ടാണ് പറയുന്നത് അന്തസ്സോടെയാണ് ഞാൻ കുട്ടികളെ നോക്കുന്നതെന്ന്. അന്തസ്സ് പണയം വെച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പറയുകയാണ് ഞാൻ അന്തസ്സോടെയാണ് കുട്ടികളെ നോക്കുന്നതെന്ന്. ഇതിലെവിടെയാണ് ഇവർ അന്തസ്സ് കാണുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്ന പോലെ വേറെ 2 സ്ത്രീകളുമുണ്ട്, ഞാൻ പേരൊന്നും പറയുന്ന കാര്യം ഫാൻസുകാരെല്ലാം ഇരച്ചിപ്പം അവരെയൊക്കെ പുറകെയാണ്. അവരാണ് നല്ലത്. ഈ ഒരു സ്ത്രീ കുറച്ച് ഡൗൺ ആയിപ്പോൾ കുറച്ച് തൻ്റെ ഇടത്തോടെ കുറേ കാര്യങ്ങളിൽ ഇവരുടെ അഹങ്കാരം പുറത്ത് കാണിച്ചപ്പം ഇപ്പോൾ വേറെ കുറച്ച് ആളുകളുടെ പുറകെയാണ് ഫാൻസ് അങ്ങോട്ട് ചെന്നിട്ട് അവരെ അങ്ങ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എനിക്ക് ഇതൊന്നും റിയൽ ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നുന്നില്ല. ഈ കാണിക്കുന്ന ഓരോ സ്ത്രീകളും സ്വന്തം കുഞ്ഞുങ്ങളെ പബ്ലിക്കിൽ നാണം കെടുത്തുന്നതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ. ആരാണോ സോഷ്യൽ മീഡിയയിൽ വന്ന് ബെഗ് ചെയ്യുന്നത്, എനിക്ക് 3 വയറ് കഴിയണം, 4 വയറ് കഴിയണം, കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പില്ല, കഞ്ഞിക്കില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് അത് അധ്വാനിക്കാൻ, ഞാൻ പറയുന്നത് അധ്വാനിക്കാൻ ആരോഗ്യമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ആരും പണിയെടുക്കാൻ ആരോഗ്യമുള്ളവർ ഇങ്ങനെ വന്ന് ബെഗ് ചെയ്താൽ അത് സ്വന്തം മക്കളെ തന്നെ അപമാനിക്കുകയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ശരിയാണ്, പണിയെടുക്കാൻ ആരോഗ്യമില്ല, എന്തെങ്കിലും രോഗബാധിതരായിട്ട് കിടക്കുകയാണ്, ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. അവരാ ചെയ്യുന്നത് ശരിയായ കാര്യമാണ്, അവർക്ക് ജോലി എടുക്കാൻ പറ്റില്ല. ഇതൊരു അമ്മയെ ഉള്ളെങ്കിലും അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും ഒക്കെ വരികയാണ്. ഞങ്ങൾക്കൊന്നുമില്ല, അച്ഛനും അമ്മയുള്ള ഫാമിലി ഇങ്ങനെ തന്നെ വരും, ഞങ്ങൾക്ക് 3 കുട്ടികളാണ്, 3 പെൺകുട്ടികളാണ്, ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വരും. ഞങ്ങളുടെ വീട് ദേ ഇവിടെയാണ്, ഇങ്ങനെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇതൊക്കെ ഇവർ മുമ്പേ ചിന്തിക്കാത്ത കാര്യമാണോ? ഒരു കല്യാണം കഴിയുമ്പോൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. കുട്ടികളുണ്ടാകും, അവരെ നോക്കണം, നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതാണ്, ഇതിനനുസരിച്ച് നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾ നല്ലതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, അനുഗ്രഹമാണ് എന്നൊക്കെ പറയും. ഈ തരുന്ന അനുഗ്രഹത്തെ അവർക്ക് അല്ലലും അലച്ചിലും ഇല്ലാതെ നോക്കാനുള്ള കപ്പാസിറ്റിയും കൂടെ നമുക്ക് ഉണ്ടാവണ്ടേ? നമ്മൾ സമൂഹത്തിൽ മറ്റുള്ള കുട്ടികളെ വളർത്തുന്നത് പോലെ അവരെ അത്യാവശ്യം നാണം കെടാതെയെങ്കിലും അവർക്ക് ഡ്രസ്സും മേടിച്ചു കൊടുത്ത് ഫുഡും കൊടുത്ത്
വളർത്തണ്ടേ, വളർത്താനുള്ള ഒരു സാഹചര്യം വേണ്ടേ? അല്ലാതെ 5ഉം 6ഉം കുട്ടികൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? അവരെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഇട്ടിട്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കാനോ? അതൊക്കെ ഒരു ദാമ്പത്യ ബന്ധത്തിലേക്ക് കടക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇടയ്ക്ക് ഈ ഫാമിലിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്, സത്യമാണ്. ഹസ്ബൻഡ് ഉള്ള കാലത്തും ഫിനാൻഷ്യലി അത്ര വലിയ സെറ്റപ്പായിട്ടുള്ള ആളുകളൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സൊസൈറ്റിയിൽ ബോധവൽക്കരണം നല്ല പോലെ ആവശ്യമാണ്. നമുക്ക് എത്ര കുട്ടികളെ നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റും, വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ല ഫുഡ് കൊടുക്കാൻ പറ്റും, അതിനുള്ള കുട്ടികളെ നമുക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ കുട്ടികളെ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റും. അങ്ങനെയും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയൊക്കെ ഒരു കാലത്ത് ഞാൻ വീഡിയോയിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ എനിക്ക് പരമ പുച്ഛമാണ് തോന്നുന്നത്. കാര്യം അവരുടെ ഓരോ വീഡിയോസും, ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസ്, എക്സ് ഹസ്ബൻഡിനെ കുത്തി 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 പറഞ്ഞ് അവരുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പറഞ്ഞിട്ട് അവർ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ലൈവ് ചെയ്യുമ്പോഴും ഒരു ഫോണും കൊണ്ടുവന്ന് വെച്ചിട്ട് ലൈവിലിരിക്കുക, അതിൽ ഓരോ സ്ത്രീകൾ വിളിക്കുക, അവരുടെ വായിലിരിക്കുന്ന വൃത്തികേടുകൾ മുഴുവൻ എല്ലാവരും കേൾക്കെ വിളമ്പുക. ഇപ്പം ഈ അവരുടെ ചാനലിലാണ് കഴിഞ്ഞ ദിവസം അതുലിനെ ഞാനും അതിലിൻ്റെ പല വാക്കുകളോടും പല വീഡിയോസിനോടും യോജിക്കാത്ത ഒരാളാണ്, ഞാനും വിമർശിച്ചിട്ടുള്ള ആളാണ്. സത്യമാണ്, അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പേ ഇല്ല. പക്ഷേ അത് പറയുന്നതിന് അതിൻ്റെ അതിർവരമ്പ് ലംഘിച്ചിട്ട് ഒരു സ്ത്രീ ഇവരുമായിട്ട് സംസാരിച്ചപ്പം അയാൾ ആക്സിഡൻറ്റിൽ മരിച്ചു പോകണമായിരുന്നു എന്ന് പറഞ്ഞപ്പം ഈ പറയുന്ന ഓപ്പോസിറ്റ് ഇരുന്ന സ്ത്രീ ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ്. അന്നാണ് എനിക്ക് അവരുടെ മനസ്സ് ഇത്രത്തോളം ക്രൂരമാണ്, ഇത്രത്തോളം ദയയില്ലാത്തൊരു മനസ്സാണെന്ന് എനിക്ക് തോന്നിയത്. ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മളോടാണ് നമ്മുടെ ശത്രുവിനെ പറ്റി ഒരാൾ പറയുന്നത്, അയാൾ മുമ്പുണ്ടായ ആക്സിഡൻറ്റിൽ മരിച്ചു പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാവിൽ നിന്ന് വരുമല്ലേ, അയ്യോ അങ്ങനെ പറയല്ലേ എന്ന് നമ്മൾ നോർമലി ഏത് മനുഷ്യനാണേലും പറയും. പക്ഷെ അവിടെ ആ സ്ത്രീ അത് പറയുന്നില്ല. അവിടെ അവരുടെ മനസ്സ് എനിക്ക് മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞ് ഇനിയും മെഴുകാൻ നോക്കിയാൽ, എന്തൊക്കെ വെള്ള പൂശാൻ നോക്കിയാലും അവർക്ക് അങ്ങനെ പറയാൻ തോന്നാത്തിടത്തോളം അവരുടെ മനസ്സ് അത്ര പ്യുവറാണെന്നും ക്വാളിറ്റി ഉള്ളതാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവരും ഈ പറഞ്ഞ പോലെയാണ്, ഒരു കുട്ടിയേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ ഒരമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആരോഗ്യമുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെയൊക്കെ സുഖമായിട്ട് നോക്കാം, എന്ത് ജോലി ചെയ്ത് സുഖമായിട്ട് നോക്കാം. ഇതിലിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇങ്ങ് വന്നിരിക്കുക, കുറേ ലൈവ് ചെയ്യുക, കുറേ വീഡിയോ ചെയ്യുക, കുറേ കഷ്ടപ്പാടുകൾ പറയുക. ഇപ്പോഴും പുതിയൊരു സ്ത്രീ, എല്ലാവരും ഇപ്പോൾ അവരുടെ പുറകെയാണ് കേട്ടോ. അവരെ അങ്ങ് പുകഴ്ത്തി വലിയ സംഭവത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല, കാര്യം ഫാൻസ് എല്ലാം കൂടെ ഇരച്ചിപ്പോൾ അവരുടെ കീഴെയാണ്. അവർ തുടങ്ങും രാവിലെ ഇങ്ങനെ ആവലാതി പറച്ചിൽ തുടങ്ങും. കഷ്ടപ്പാടാണേ, ഒന്നുമില്ലേ, കുട്ടികൾക്ക് നല്ല ഉടുപ്പില്ലേ, ഭക്ഷണമില്ലേ, ഞാൻ രാവിലെ ഇതേ കഷ്ടപ്പെടാൻ പോകുന്നു, പണിയെടുക്കുന്നു. ഇവർ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? അവർക്ക് വേണ്ടി തന്നെയല്ലേ. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു പോയാൽ ഒരു രീതിയിലല്ലേ വേറൊരു രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കാൻ പറ്റൂ. അത്യാവശ്യം നല്ല സമ്പാദ്യമുള്ള ആളുകളും അവർ ഏർലി മോർണിംഗ് തൊട്ട് രാവിലെ തൊട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. പിന്നെ ആത്മാഭിമാനം എന്നുള്ള ആളുകൾ തെണ്ടില്ല, ഇതേപോലെ ബെഗ് ചെയ്യില്ല വന്നിട്ട്. പ്രത്യേകിച്ചും അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ, ഞങ്ങളുടെ മക്കൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഞങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ കാണുന്നതാണ്, അധ്യാപകർ കാണുന്നതാണ്. അത് ഞങ്ങളുടെ മക്കൾക്ക് ഗുണത്തേക്കാൾ ഉപരി ദോഷം മാത്രമേ ചെയ്യുള്ളൂ. അവരുടെ ആത്മാഭിമാനത്തിന് ഏൽപ്പിക്കുന്ന മുറിവാണ് അത് എന്ന് തിരിച്ചറിയുന്ന ഒരു പേരൻസും എന്ത് തന്നെ വന്നാലും നിവൃത്തി ചോദിക്കും കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. തൻ്റെ അവസാന ശ്വാസം വരെയും ഏതെങ്കിലും രീതിയിൽ മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാതെ, പ്രത്യേകിച്ച് അയൽവക്കക്കാരോടൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ പഞ്ചായത്തിൽ പറഞ്ഞാൽ, ആ ഏരിയയിലൊക്കെ പറഞ്ഞാലൊക്കെ വലിയ കുഴപ്പമില്ല, അവരേ അറിയുന്നുള്ളൂ. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പറയാമെന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ്. അത് തന്നെയല്ല, ഈ കുട്ടികൾ എത്ര വളർന്നാലും എത്ര തന്നെ ലെവലിലെത്തിയാലും ഇതെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കുറേ പേര് പറയും, അവരുടെ ഗതികേട് കൊണ്ടല്ലേ, നിങ്ങൾക്ക് ആ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാത്തത് എന്നൊക്കെ പറയാം. നമ്മുടെ ചുറ്റുപാട് നോക്കി ഇഷ്ടം പോലെ ആളുകളുണ്ട്. നേരം വെളുക്കുമ്പോൾ തൊട്ട് പണിയെടുത്തിട്ട് അമ്മമാർ തന്നെ 3-4 കുട്ടികളെ നോക്കുന്ന അമ്മമാരെ എനിക്കറിയാം. അവർ നമ്മളൊരു സഹായം അങ്ങോട്ട് പോയി ചെയ്താൽ തന്നെ അത് വാങ്ങാൻ തന്നെ അവർക്ക് മടിയാണ്.
അവർ അത്രത്തോളം അഭിമാനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സ്ത്രീകളാണ് അവർ. അങ്ങനത്തെ ഒരുപാട് ആളുകൾ പറയാൻ മടിച്ചിട്ട്, പക്ഷെ അവരുടെയൊക്കെ മക്കൾക്കുള്ള ഒരു കാര്യമുണ്ടെന്ന് എന്താണെന്നറിയോ, ആത്മാഭിമാനത്തോടെ വളരാൻ പറ്റും. എൻ്റെ അമ്മ എവിടെയും പോയി ആരോടും യാചിച്ചിട്ടല്ല ഞങ്ങളെ വളർത്തിയത്. ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ മറ്റുള്ളവരോട് യാചിച്ച് ബിരിയാണി വാങ്ങി കൊടുത്തില്ലെങ്കിലും ഉള്ള ക്യാഷിന് അരി വെച്ച് കഞ്ഞി വെച്ച് കൊടുത്തിട്ട് അവരെ വളർത്തിയത്. അതാണ് അഭിമാനം. ഇന്ന് ചിലപ്പം മറ്റുള്ളവരുടെ ക്യാഷ് കൊണ്ട് മേടിച്ചു കൊടുക്കുന്ന, ഇതേപോലെ യാചിച്ച് മേടിച്ചു കൊടുക്കുന്ന ബിരിയാണി കുഞ്ഞുങ്ങൾ ആസ്വദിച്ച് കഴിക്കും. കുറച്ച് അവർക്ക് തിരിച്ചറിവായി കഴിയുമ്പോൾ അവർക്കത് അഭിമാനത്തെക്കാൾ ഉപരി അപമാനമായിട്ടേ തോന്നൂ. അതുകൊണ്ട് എനിക്ക് കുറേ ഫാമിലി എല്ലാവരും സിമ്പത്തി പറഞ്ഞിട്ട്, അയ്യോ അവർക്ക് കഷ്ടപ്പാടാണ്, ഇവർക്ക് കഷ്ടപ്പാടാണ്. നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളുടെ ചുറ്റും തന്നെ നോക്കി എത്രയോ ആളുകൾ ഇതിലധികം കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് ജോലിക്ക് പോകാൻ വയ്യാതെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ വാടക കൊടുക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ സഹായം യഥാർത്ഥത്തിൽ അർഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഈ യൂട്യൂബിൽ കാണുന്ന ഇപ്പം എണ്ണി പറയാനാണെങ്കിൽ 3 കുട്ടികളുള്ള 2 സ്ത്രീകളുണ്ട്, 5 കുട്ടികളുള്ള ഈ സ്ത്രീ, 1 കുട്ടിയുള്ള ഒരു സ്ത്രീ. ഇവർ മെയിനായിട്ടും എപ്പം വന്നിരുന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്താലും പറയുന്ന കാര്യം ഇതാണ്, ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് 5 കുട്ടികളുണ്ട്. 5 കുട്ടികളെ നോക്കണമെന്നേ, 3 കുട്ടികളെ നോക്കണം, അല്ലെങ്കിൽ 1 കുട്ടിയെ നോക്കണം. ഈ കുട്ടി എന്ന് പറയുന്നത് ഇവർക്ക് ബാധ്യതയാണോ? ഇവർക്ക് കിട്ടിയ അനുഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ ആ രീതിയിലല്ലേ ഇവരതിനെ സംസാരിക്കേണ്ടത്. കുട്ടി എന്ന് പറയുന്ന ഒരു സംഭവത്തെ മറ്റാർക്കോ വേണ്ടി ഔദാര്യം ചെയ്യുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ സംസാരം കേട്ടാൽ. ഇവരൊന്നും ഒരു പരിധി കൂടുതൽ സഹായം അർഹിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പറയുന്ന ഇത്രയും സ്ത്രീകളും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വേറൊരു വിഷയമുണ്ടായി. ഇപ്പോൾ 2 കക്ഷികൾ തമ്മിൽ, ഒരു 3 കുട്ടികളുള്ള ഒരു അമ്മയും അതേപോലെ 1 കുട്ടിയുള്ള ഒരു അമ്മയും തമ്മിൽ എന്തൊക്കെയോ യൂട്യൂബ് ചാനലിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലപ്പില്ല. അതിലാണ് ഈ അതുലിൻ്റെ വിഷയവും ഞാൻ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ആ സ്ത്രീയും പറയുന്നുണ്ടായിരുന്നു, ഈ 3 കുട്ടികളുടെ അമ്മ അതിപ്പോൾ പീക്ക് ലെവലിൽ നിൽക്കുകയാണ്, ഒരുപാട് ഫാൻസൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതും പറയുന്നുണ്ടായിരുന്നു, ഞാൻ സ്വയമേ വഴി വെട്ടിത്തെളിച്ച് വന്നതാണ്, ഒരുപാട് കഷ്ടപ്പെട്ട്. ശരിയാണ്, അവരൊരു വഴി വെട്ടാൻ നോക്കി, അവരൊരു ഒരു ചിരി ഇരുചിരി അതിൽ വന്ന് ആ ഒരു വരവിൽ നിന്നും ജനങ്ങൾ അവരെ കയ്യിലെടുത്ത് ജനങ്ങൾ അംഗീകരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവന്നതാണ്. ഇവരെ കഴിഞ്ഞാൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവരെന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഇവരുടെ ഇല്ലായ്മ തന്നെയാണ് കാരണം. ഇവരുടെ ദാരിദ്ര്യവും ഇവരുടെ ഇല്ലായ്മയും കണ്ടിട്ട് തന്നെയാണ് ജനങ്ങൾ അവരെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരണം, അവർക്ക് സ്ഥലം മേടിക്കണം, അവർക്ക് വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൈയച്ച് സഹായിച്ചത് ജനങ്ങൾ തന്നെയാണ്. അവർ വഴി വെട്ടാൻ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവർ തനിയെ വെട്ടിയിരുന്നെങ്കിൽ ആ വഴി തെളിയില്ല. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് വെട്ടിയത് കൊണ്ട് തന്നെയാണ് ഇത്ര നാഷണൽ ഹൈവേ പോലെ അവർക്ക് വഴി വെട്ടി പോകാൻ പറ്റിയത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ജനങ്ങൾ തന്നെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ പറയാം. അവരുടെ കാര്യത്തിലും എനിക്ക് എല്ലാവരും ഭയങ്കര സിമ്പത്തി ആയിട്ട് പറയുന്നുണ്ട്, അയ്യോ 3 കുട്ടികളെയും കൊണ്ട് ആ ചെളിക്കുഴിയിൽ അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്നു. എനിക്ക് ഒരിക്കലും അതൊന്നും വല്ലാണ്ട് ന്യായീകരിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള 2 മനുഷ്യർ, അവർ കല്യാണം കഴിച്ചപ്പോൾ തന്നെ അവർക്ക് വേണമെങ്കിൽ ആ ചെളിക്കുണ്ടിൽ നിന്ന് കയറാൻ. 2 പേരും നല്ലതുപോലെ അധ്വാനിക്കുന്നതാണ്. എവിടെയെങ്കിലും ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവർക്ക് ജീവിക്കാം. എത്രയോ ആളുകൾ വാടകയ്ക്ക് ജീവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വാടക വീട്ടിൽ കുട്ടികളുണ്ടായാൽ എന്താ പറ്റില്ലേ? എത്രയോ ആളുകൾ വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. ആ ചെളിക്കുണ്ടിൽ ആ കുഴിക്കകത്ത് തന്നെ കിടക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അത് അവനവൻ ചിന്തിക്കണം, അല്ലേ? അവനവൻ വിചാരിക്കണം ഞാൻ എവിടെ കിടക്കണം എന്നുള്ളത്. അല്ലാതെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്ത് എത്ര മുന്നോട്ട് കൊണ്ടുവന്നാലും കുറേ മേളിൽ പോയി കഴിഞ്ഞ് എപ്പോൾ താഴെ ഇടുന്നു അപ്പോൾ ഇവരൊക്കെ താഴേക്ക് തന്നെ വീഴും. നമുക്ക് കിട്ടുന്ന ഒരു സാധനം നമ്മൾ എത്ര ഇഷ്ടത്തോടെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സംഭവമായിരിക്കും. അത് അർഹിക്കുന്നവരുടെ കൈ കൊടുത്താൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും. ഇത് ചില ആളുകൾ നമ്മൾ എത്ര അങ്ങോട്ട് കൊടുത്താലും അതിന് വില കൽപ്പിക്കില്ലെന്നേ. അവർക്ക് വെറുതെ കിട്ടുന്ന സംഭവത്തിന് അവർക്ക് വിലയില്ല. ഇത് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അല്ലാതെ അധ്വാനിച്ചിട്ടൊരു 100 രൂപ ഉണ്ടാക്കിയാൽ അവർക്കതിന് വിലയുണ്ടാകും. സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ മുഴുവനും കൂടി അങ്ങോട്ട് സഹായിച്ചു കൊടുക്കുമ്പോൾ അവർക്കതിന് വിലയില്ല. അവർ പിന്നെ അത് ദൂരത്തടിക്കും, അവരുടെ ഇഷ്ടത്തിന് കറങ്ങാൻ ലാസ്റ്റ് ഇവരുടെ ഈ ഒരു പുച്ഛ സംസാരവും കൂടെ ജനങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നിയാൽ തന്നെ അർഹിക്കുന്ന അത്രയും എമൗണ്ട് മാത്രം കൊടുക്കുക. ഇവർക്ക് ഇത്രയും മതി, ആ ഒരു എമൗണ്ടിൽ നിർത്താൻ നോക്കുക. ഇത് അൺലിമിറ്റഡ് ആയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം അവർ പിന്നെ അതുകൊണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതേപോലെയുള്ള ടി ഫാമിലി അനുകരിക്കാൻ എല്ലാവർക്കും തോന്നും. പിന്നെ എന്ത് കാണിച്ചിട്ടും ജീവിച്ചാൽ മതി, നാണം കെട്ടും പണം സമ്പാദിച്ചിടുകിൽ നാണക്കേടാ പണം മാറ്റിയിടും, അങ്ങനെ എന്തോ ഇല്ലേ എന്ന് പറഞ്ഞതുപോലെ
ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഇവരുടെ കുഞ്ഞുങ്ങളുമായിരിക്കും. ഒരു ആത്മാഭിമാനവും ഇല്ലാതെ ഈ സൊസൈറ്റിയിൽ അവർക്ക് വളരേണ്ടി വരും. കൂലിപ്പണി എടുത്തിട്ട് അല്ലെങ്കിൽ വീട്ടു ജോലി എടുത്തിട്ട് ഒരമ്മ മക്കളെ വളർത്തിയാലും അതിന് അന്തസ്സുണ്ട്, നല്ല അന്തസ്സുണ്ട്. ആ മക്കൾക്ക് എവിടെയും പോയിട്ട് ഇങ്ങനെ മറ്റുള്ളവരോട് ബെഗ് ചെയ്തിട്ടല്ല എൻ്റെ അമ്മ എന്നെ വളർത്തിയത്, അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആ ഒരു മനോധൈര്യം ഉണ്ടാകും. പക്ഷെ ഇതങ്ങനെയല്ല. എൻ്റെ അമ്മ മറ്റുള്ളവരോട് യാചിച്ചിട്ടാണ് എന്നെ വളർത്തിയതെന്ന് ഒരു മക്കൾക്കും ഒരിക്കലും അഭിമാനത്തോടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഈ ഇത്രയും സ്ത്രീകളുടെ കാര്യത്തിൽ ന്യായീകരിച്ചാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ്: അധ്വാനിക്കാൻ മനസ്സുണ്ടോ അവനവൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളത് അവനവൻ്റെ ഉത്തരവാദിത്വമാണ്. അത് എവിടെയെങ്കിലും നമുക്കൊരു ഫാൾട്ട് വന്നാൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമല്ല. ഇത് ഉടനെ ഇങ്ങനെയുള്ള ഈ കക്ഷികളുടെയൊക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഇട്ടേക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെയാണ്. സഹായം ഇങ്ങോട്ട് പോരട്ടെ, ഞാൻ എങ്ങനെയും അഹങ്കരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ എങ്ങനെയും അഹങ്കരിക്കും. ഇവർക്കൊക്കെ പണിയെടുക്കാൻ ആരോഗ്യമുള്ളവരാണെന്നേ, ഇവരൊക്കെ പണിയെടുത്ത് ജീവിക്കട്ടെ, അങ്ങനെ അന്തസ്സായിട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തട്ടെ. അല്ലാതെ മകൻ്റെ പ്രായമുള്ള ആളുകളെ കല്യാണം കഴിക്കുക, പിന്നെ അത് വലിയ ആഘോഷമാക്കുക, അതാണ് ശരിയെന്ന് കുറേ സമൂഹം അവരല്ലേ ജീവിക്കുന്നത്, അവരുടെ കാര്യം അവർ നോക്കട്ടെ, നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഒരു കാര്യം കൂടെ: ഞങ്ങളാരും ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാരും ഇവരുടെ വീട്ടിലെ പ്രശ്നം തേടി രാവിലെ അങ്ങോട്ട് ക്യാമറയായിട്ട് ചെല്ലുന്നതല്ല. ഇവർ കൊണ്ടുവന്ന് സൊസൈറ്റിയിൽ ഇടുന്ന വൃത്തികേടുകളാണ് ഞങ്ങൾ ഈ എടുത്ത് കാണിക്കുന്നത്. എല്ലാവരും ഒതുക്കി വെക്കട്ടെ വീട്ടിൽ. ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്നും പറഞ്ഞ കുറച്ച് ആളുകളുണ്ട്, കുറച്ച് പേര് കേട്ടോ, ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഫാമിലിയിൽ നടക്കുന്ന എന്ത് കാര്യം, ഇപ്പോഴത്തെ ഛർദിലായി, ഗർഭമായി, എല്ലാ കാര്യവും പുറത്തെടുത്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർ. അവരെ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെടുത്ത് റിയാക്ട് ചെയ്യും. ഈ റിയാക്ട് ചെയ്യുന്ന ആളുകളും കൂടി ഇല്ലെങ്കിൽ ഇവരെത്രയോ പീക്ക് ലെവലിൽ എത്തുമെന്നറിയാവും. ഫാമിലിയിലെ ഏത് കാര്യവും പച്ചയായിട്ട് വന്ന് അവരെ വലിച്ചു കീറാൻ ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഇങ്ങനത്തെ ആളുകൾ മടിക്കില്ല. കാര്യം ഒരുപാട് അനുഭവങ്ങൾ നമുക്കുള്ളതാ. അവർക്ക് ക്യാഷ് കിട്ടിയാൽ മതി. അപ്പോൾ ഇവർ കൊണ്ടുവന്നിടുന്ന വിഷയം എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നവർ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇനിയും വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അല്ലെങ്കിൽ ഇത് ഇവിടെയെങ്ങും നിൽക്കില്ല. ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഈ അഴിഞ്ഞാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ എങ്ങും നിൽക്കില്ല. എന്തെല്ലാം അവർ കാട്ടിയാലും എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയാലും ഈ സൊസൈറ്റിയിൽ അത് ബാധിക്കുന്നുണ്ട് എന്ന് കണ്ടാലും കുറേ ആളുകൾ അങ്ങനെ തന്നെ പറയും. അത് അവരുടെ കാര്യമല്ലേ, അവർ നോക്കട്ടെ, അവരുടെ കാര്യം അവർ നോക്കിക്കോട്ടെ, അവർ അത് പ്രൈവറ്റായിട്ട് വെക്കട്ടെ. അപ്പോൾ പിന്നെ ഈ പറയുന്ന ആളുകൾക്കൊന്നും അതിൽ തലയിടേണ്ട വരില്ലോ. പിന്നെ പ്രൈവറ്റായിട്ട് വെക്കുന്ന കാര്യം പോയി എടുത്ത് ചുരണ്ടി കൊണ്ടുവന്ന് പബ്ലിക് ആക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെയും ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് ഒട്ടുമേ ദയൊന്നും ഇവരുടെ കാര്യത്തിൽ തോന്നാറില്ല. കാര്യം ഞാനിപ്പോൾ പറയുന്ന ഈ പ്രസ്തുത സ്ത്രീകൾ, 4 സ്ത്രീകൾ, ഇവർക്കെല്ലാം അധ്വാനിക്കാനുള്ള ആരോഗ്യമുള്ളവരാണ്, സ്വന്തം മക്കളെ പോറ്റാനുള്ള ശേഷിയുള്ളവരാണ്. ഈ 5 മക്കളുണ്ടെന്ന് പറയുന്ന ഈ സ്ത്രീയും പറയുന്നുണ്ട്, അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയെങ്കിൽ അവരുടെ ഭർത്തൃ വീട്ടുകാർ ആരൊക്കെയോ കുട്ടികളെ ഞങ്ങൾ വളർത്തിക്കോളാം എന്ന് പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ നിവൃത്തി കെട്ടാൻ നമ്മൾ അതും ചെയ്യും അല്ലേ, അവർ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞതാണ്. അപ്പോഴും ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടത്, ആൺകുട്ടികളല്ലേ അതുകൊണ്ട് ചോദിച്ചു, അവർക്ക് ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചു. ഞാൻ കൊടുക്കത്തില്ലെന്ന്. ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, സ്നേഹത്തോടെ വളർത്താനല്ലേ ചോദിച്ചത്, ഉപദ്രവിക്കാനല്ലല്ലോ. നമുക്ക് നിവൃത്തിയിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ലേ, ഞാനത് ചെയ്യില്ല. അപ്പം പിന്നെ എനിക്കിങ്ങനെ ദൂർത്തടിക്കാനും പിള്ളേരെ കാണിച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാനുമുള്ള പൈസ കിട്ടില്ലല്ലോ. ആ കുട്ടികൾ അഭിമാനത്തോടെ അവിടെ വളർന്നേനെ. ഇപ്പോൾ അവർക്ക് അഭിമാനവും ഇല്ല, അപമാനം മാത്രമായിട്ട് അവർക്കിനി ജീവിക്കേണ്ടി വരും. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അനുകരണങ്ങൾ മുന്നോട്ട് പുതിയ TT ഫാമിലിയെയും ഇതേപോലെ കുറേ കുഞ്ഞുങ്ങളുമായിട്ട് വന്നിരുന്ന് അമ്മ വലുതും തരണേ എന്ന് പറയുന്ന ആളുകളെയും ഒരു പരിധിവരെ നിയന്ത്രിക്കണമെങ്കിൽ ഇതേപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ കുറച്ചൊക്കെ റിയാക്ട് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.